ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഖത്താരയിലാണ്. ഖത്തറിലെ ഒരു മൂന്നാർ എന്നൊക്കെ പറയാം, അതുപോലെ ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ മരുഭൂമിയിലെ ഒരു അടിപൊളി സ്ഥലം. ഉള്ളിലേക്ക് കയറാം. ഈ പൂവൊക്കെ നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ ഇതിനെ ഞങ്ങള് കടലാസ് പൂവ് എന്ന് പറയും. ഇവിടെ പൂ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നമാവും. ഇത് നമ്മുടെ കടലാസ് പൂവ് കണ്ടാടാ. അപ്പൊ നമുക്ക് ഉള്ളിൽ പോവാ അല്ലേ? ഇത് യൂറോപ്പാണോ? സുഹൃത്തുക്കളെ, മനസ്സിന് കുളിര് നൽകുന്ന ഒരു കാഴ്ച. പച്ചപ്പ് കണ്ട് കണ്ണന്തളിച്ചു നിൽക്കുന്ന ഞാൻ. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സ്ഥലം. എനിക്കിവിടേക്ക് അങ്ങ് കവന്ന് കിടക്കാതെ എന്തൊരു ഭംഗിയല്ലേ. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണല്ലേ? ഡെയിലി മെയിൻ്റെനൻസിന് ടീമിനെ വെച്ചേക്കല്ലേ. കുഞ്ഞിക്ക് എന്താ കിട്ടിയേ? കുഞ്ഞിക്ക് എന്തോ ഒരു ഏലക്ക പോലെ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞ് കാണിച്ചു കൊടുത്തേ, അപ്പക്ക് കാണിച്ചു കൊടുക്ക്. എന്താടത്? ഇങ്ങനെ ഇവിടെ എന്ന് വന്നാൽ ഈ സാധനം പറക്കിക്കൊണ്ട് വരും. അവൻ ചൂട്ടഷിട്ടേക്കാണ് ഗൈസ്, എന്റെ കൂടെ ചൂട്ടഷ്. കാണിച്ചു കൊടുക്ക്. ഏലക്കല്ല, വേറെ എന്തോ. മാവോ? ഇത് മാവല്ലേ? മാവോ ഇവിടെ? മാവിനോട് വരാൻ പാടില്ലേ? എനിക്കിതൊന്നും കണ്ടിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കളെ വാടാ. ഗൈസ്, ഇതാണ് നമ്മുടെ ഖത്താര ഹിൽസ്. ഇവിടെ ആൾക്കാരെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ എന്താണ് ഈ കോക്കരി കുത്തി കാണിക്കണെന്ന് വെച്ചിട്ട് ആൾക്കാർ നോക്കുക. ഗൈസ്, നിങ്ങൾ എന്റെ ബാക്കിൽ കാണുന്നത് ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് അല്ലേ? അതെന്താ സംഭവം എന്നറിയോ? എന്താണ് അത്? ക്രിസ്തുമസിനൊക്കെ ഇവിടെ കൊടുക്കുന്ന വലിയൊരു പെട്ടി ഗിഫ്റ്റ് ആണ് എന്നാരും വിചാരിക്കരുത്. അതിന്റെ അടിയിൽ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിന്റെ ഉള്ളിൽ ഷോപ്പുകളൊക്കെയാണ്. ഇത് കിഡ്സിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് ഇവനെ കൊണ്ട് അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. നമ്മൾ നേരെ ഖത്താരയിലേക്ക് വന്നേക്കാണ്. ഇപ്പൊ ലൈറ്റ് ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. അവിടെ സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ടോ? ഇവിടേക്ക് വാ, ഇങ്ങോട്ട് വാ. ആ, കിളീനെ പിടിക്കാം. ഇങ്ങോട്ട് വാ. വേഗം വാ, ഓടി വാ. സൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇരുട്ടാവും. അപ്പൊ അതാ വരുന്നു കുഞ്ഞി. അവിടെ സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ട്. ഈ കാണുന്നത് ഒരു പാലസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് പാലസ് അല്ല. ഇതെന്താ സംഭവം? എന്താ? ഇതൊരു ഷോപ്പിംഗ് മാള്. ഷോപ്പിംഗ് മോളാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കിഡ്നി നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോവാറില്ല. നമുക്കിപ്പോ ഇവിടെ വേറൊരു അടിപൊളി സ്ഥലമുണ്ട്. ഇത് മൊത്തം ഇങ്ങനെ ഏക്കർ കണക്കിന് പച്ചപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാഗമണ്ണിലൊക്കെ മൊട്ടക്കുന്നുള്ള പോലെ ഫുള്ള് പച്ചപ്പും ഇങ്ങനെയുള്ള കുന്നുകളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു വാട്ടർഫോളും ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. വരുന്നുണ്ട് നടന്നോ. അതിന് മേളിൽ ഒരു ഹോട്ടലാണ്. നമുക്ക് അത് അവിടെ ചെല്ലുമ്പോഴത്തേനും കാണാം. ആ ഭാഗത്തായിട്ട്, ആ വണ്ടികളൊക്കെ വരുന്ന ഭാഗത്തായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അത്
അതിലേക്കാണ് നമ്മൾ വേഗം പോകാൻ പോണേ. ഇപ്പം ലൈറ്റ് കുറഞ്ഞു വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു, ഫുൾ വീഡിയോ റെക്കോർഡും ചെയ്തു. പക്ഷേ ഇരുട്ടത്തായിരുന്നു വന്നേ, അതുകൊണ്ട് നമ്മുടെ വീഡിയോ സെറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നും അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ വെച്ച് പിടിച്ച് പോവാണ് കേട്ടോ. കുഞ്ഞിക്ക് ഇവിടെ ഇഷ്ടായോ? ഇഷ്ടായില്ലേ? കുഞ്ഞ് വെള്ളം കാണാൻ വേണ്ടി പോവാല്ലേ? നമുക്ക് വെള്ളം കാണാട്ടോ. നമുക്ക് വെള്ളം കാണാം ഗൈസ്. ഖത്തറിലെ വലിയൊരു വാട്ടർഫോൾ ആണ് നമ്മൾ കാണാൻ പോണത്. ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ സീ അല്ലേ, പക്ഷെ ഇവിടെ നിന്ന് നോക്കിയിട്ട് അതത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ആ ഭാഗത്ത് മൊത്തം സീ ആണ്, പക്ഷെ നമുക്ക് നോക്കിയിട്ട് അത്ര വിസിബിൾ അല്ല. കുഞ്ഞി അവിടെ ഇല്ല. ആ കാണുന്ന മണി അതൊരു മണിയല്ല. ആ കാണുന്ന അതിനെന്താ പറയാ, ബെല്ലോ? ബെല്ലല്ല, അതിന്റെ ഉള്ളിലും ഷോപ്പാണ്. ഇവിടുത്തെ ഓരോരോ കൺസ്ട്രക്ഷൻ അടിപൊളിയാട്ടോ. ആർക്കിടെക്ചർ അടിപൊളിയാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് കോർണിഷ് കാണുന്നുണ്ട്, പക്ഷെ വിസിബിൾ അല്ല. ഇന്നെന്തോ ഇതാണ് കേട്ടോ നമ്മുടെ ഖത്തറിലെ വാട്ടർഫോള്. നമ്മളെ അതിരപ്പള്ളി വാഴച്ചാല് വെള്ളച്ചാട്ടം എന്നൊന്നും വിചാരിക്കരുത്. ഇത് മാൻമെയ്ഡ് ആണല്ലേ, ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. പക്ഷെ നമുക്ക് ഖത്തറിൽ ഇതൊക്കെ ധാരാളം അല്ലേ. നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കാൻ. അയ്യോ കുഞ്ഞിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. കുഞ്ഞിക്ക് വെള്ളം കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനുള്ള പരിപാടി. നമുക്ക് ഇതിലേ ഇറങ്ങേണ്ടി വരും, ഈ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്ന സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ അടിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം ആ ചൂടൊക്കെ കഴിഞ്ഞത് കൊണ്ട് മൊത്തത്തിൽ ചെറിയൊരു പച്ചപ്പിന് കുറവുണ്ട്, എന്നാലും കൊള്ളാലേ. കുഞ്ഞിക്ക് ഇച്ചിരി പച്ചപ്പ് കണ്ടതിന്റെ സന്തോഷം. ഇത്രയും പച്ചപ്പും ഹരിതാപവും ഒക്കെ ഖത്തറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമല്ലേ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത്. ഇവിടെ വന്നിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഓടി ചാടിയൊക്കെ നടന്നിട്ട് ഞാനൊക്കെ കിതച്ചു. അപ്പം മേലൊന്നും അനങ്ങാത്തോണ്ടേ നടക്കുമ്പോഴത്തേനും വയ്യ. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടി അതിലെ പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ ചൂടൊക്കെ തുടങ്ങിയ പിന്നെ ഞങ്ങൾ വരാറില്ല. അപ്പൊ വന്നിട്ട് കുറച്ചു കാലമായി. ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വന്നിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന. പക്ഷെ വന്നപ്പോഴത്തേനും നൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എടുക്കൽ ഫ്ലോപ്പായി. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ച് വീട്ടിൽ പോയി. അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ആഴ്ച പോകുന്നു. ആൾ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം ആവും. അപ്പം നമ്മുടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പം നമുക്ക് കാണാം. ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, എന്നിട്ട് കൈ ഇങ്ങനെ വിരിച്ചേക്ക്. റെഡി 1 2 3. വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ഒരേ ഒരുത്തനാണ് ഓടിപ്പോകുന്നത്. ഇപ്പം വീഡിയോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് സമ്മതിക്കാഞ്ഞിട്ട് വാശി പിടിച്ച് കരഞ്ഞിട്ട് പോയേക്കുന്നതാണ് കേട്ടോ ആ പോക്ക്. അപ്പൊ ഇവിടെ എന്തായാലും ഇരുട്ടായി. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ ഇവിടെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഫ്ലൈറ്റ് ഒരെണ്ണം പോകുന്നുണ്ട്. ഇവിടെ 30 സെക്കൻഡ് ഗ്യാപ്പില് ഫ്ലൈറ്റ് വരും കേട്ടോ. ഈ ആകാശത്തോടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫ്ലൈറ്റ് പോകുന്നുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. അതുപോലെ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ടാവും. അപ്പം അയ്യോ ഇത് ബ്ലറായി പോയി. ഞാൻ ആകാശത്തോട്ട് നോക്കി നിന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇരുട്ടായി, പിന്നെ നമുക്ക് റെക്കോർഡിങ് നടക്കില്ലല്ലോ. മെയിനായിട്ട് അവിടെ ഉള്ളത് നല്ല പച്ചപ്പും ഹരിതാപവും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഖത്താറിനെ മെയിനായിട്ട് കൾച്ചറൽ വില്ലേജ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ഓപ്പൺ AC ആണ്. അതാണ് അവിടെ അനങ്ങാണ്ട് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും
ബൈ.